ഒരു മിനിറ്റ് ഞാൻ കണ്ടുപിടിച്ചിട്ട് ഇപ്പം വരാം. മയിലിനെ കാണാൻ നേരം നടക്കത്തില്ല. അതവിടെ കാട്ടിൻ്റെ അവിടെ എങ്ങാണ്ട്, അവിടെ എന്തോ ഒരു കാടുണ്ട്, അവിടെ എങ്ങാണ്ടാണ്. ഇപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇനി പറഞ്ഞൊന്നും ലാഗ് എടുപ്പിക്കുന്നില്ല. ഇപ്പോൾ തന്നെ ലാഗായി കാണും, എനിക്കൊന്നും വലിയൊരു ഇതില്ല. ഇവിടെ മൊത്തം വെള്ളമാണ്. എൻ്റെ അമ്മോ തോടൊക്കെ ഒഴുകുന്നുണ്ട്. കടിക്കാൻ വരൂ എൻ്റെ അമ്മോ. അതുകൊണ്ട് ഇവിടെ ഒരു പട്ടി കണ്ടോ? പട്ടിയല്ല കൈ സ്മൈലാണ് കണ്ടോ? കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നവരും നടക്കത്തില്ല. അങ്ങ് എത്തുമ്പോഴത്തേക്ക് അത് പറന്നു പോകും. അതിങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷേ ഒരു മയിലിനെ കണ്ടല്ലോ. എന്തായാലും അതിൻ്റെ അടുത്തോട്ട് പോവാം. വണ്ടി എടുക്കട്ടെ. അല്ലേ വേണ്ട, നടന്ന് തന്നെ പോവാം. എൻ്റെ അടുത്ത് നിന്നിട്ട് പറന്നു പോയില്ലെങ്കിൽ ഞാൻ എനിക്ക് അതിനെയും പേടി, അതിനെന്നെയും പേടി. എനിക്ക് പറയാം, ഇത് പെൺമയിലാണോ? പെൺമയിലാണോ പീലിയില്ലാത്തത്? സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. നല്ല രസമാണ്. ഇവിടെ ഫുള്ള് മയിലാണ്. ആ കാട്ടിലും അവിടെ ഇവിടെ എല്ലാം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു കാടുണ്ട്, അവിടെ മൊത്തം മയിലാണ്. ഈ മയിലത് നമ്മൾ ഓട്ടിക്കുകയാണ് അതിനെ. മയിലിൻ്റെ പുറം കൊള്ളാം. അപ്പോൾ ഗൈസ്, ഈ മയിൽ നമ്മുടെ വണ്ടി എടുത്തിട്ട് പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ചാവി. ഹലോ യമഹ. ഇതിനകത്തൊരു മുരുകനുണ്ട്. മുരുകൻ്റെ ഇവിടെ മയിലുണ്ട്. ആ മയിലാണ് ആ മയിൽ. കണ്ടില്ലേ? ഞാൻ പോവാണെന്ന്. ഇതൊരു പാവം മയിൽ. എനിക്കതിനെ പേടിയായിരുന്നു, ഇത് ആക്രമിക്കുമെന്ന്. അതെന്നെ കണ്ട് പേടിച്ചു കൊടുന്നു. എന്ത് പറയാൻ. മയിൽക്കുട്ടാ, നീ പോവാണോ? കണ്ടോ കരയുന്ന കേട്ടോ. അവിടെ ഒരു കാടുണ്ട്. ഇത് റബ്ബറിൻ്റെ കാടാണ്. അവിടെ ഫുള്ള് മയിലാണ്. എന്തായാലും ഒരു മയിലിനെ കാണാൻ പറ്റിയല്ലോ. ഇനി പോകുന്ന വഴിക്ക് എന്തൊക്കെ കാണാൻ പറ്റുമോ. എന്തായാലും ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്നും പോയി നോക്കാം. ഇനി എന്തെങ്കിലും കാണുവാണെങ്കിൽ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താം. ഈ താഴെ പോയാൽ കൊള്ളാമെന്നുണ്ട്. ഇവിടെ നല്ല തോട് ഒഴുകുന്നുണ്ട്. എങ്ങനെ പോവുമെന്ന വഴിയുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ അതിലേ പോയി കഴിഞ്ഞാൽ പറ്റുമല്ലോ. എന്താ മയിൽ ഗ്യാങ്ങായിട്ട് വന്നു. ഇതെങ്ങാനും കടിക്കുമോ അല്ല കുത്തുമോ? ഇവിടെ നിൽക്കുന്നത് സേഫല്ല. അത് ഗ്യാങ്ങായിട്ട് വന്ന് ആക്രമിക്കും. എന്തായാലും കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് പോയി നോക്കാം. ഇവിടെ കനാൽ ഏരിയയാണ്. അതുകൊണ്ട് മയിൽക്കുട്ടൻ നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഗൈസ്, അമ്പലം എത്താറായിട്ടുണ്ട്. അതുകൊണ്ട് ആ കാണുന്നതാണ് അമ്പലം. ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് പോകാൻ തോട്ടില്ല. എവിടെ കണ്ട തോട. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് മഴ നമ്മളെ ചതിച്ചു ഗൈസ്. നമ്മൾ മഴയത്തിനടുത്ത് കയറി നിൽക്കുകയാണ്. ഇതൊരു അമ്പലമാണ്. ഈ അമ്പലം ഞാൻ കാണിച്ചു തരാം. രാൽമരത്തിൻ്റെ വീട്ടിലാണ് നമ്മുടെ വണ്ടി ഇരിക്കുന്നത്. ഇതാണ് അമ്പലം. ഈ അമ്പലം ഒന്നും അറിയാൻ വയ്യ. കണ്ടോ, റോഡ് സൈഡിലൊരു മയിൽ. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കണ്ടേ. സൂപ്പർ അല്ലേ? ഇതൊന്നും ഒരു രക്ഷയില്ല. ഇതാണ് ഒന്ന് കരഞ്ഞതുകൊണ്ട് പെൺമയിൽ വേണ്ടേ. കണ്ടോ, ഇവിടുന്ന് അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട്. പക്ഷേ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റി കുറയും. ആൺമയിലിവിടെ, പെൺമയിലിവിടെ. ഇത് ആണും പെണ്ണുമാണ് ഞാൻ പറയുകയാണ്. എനിക്കറിയത്തില്ല കറക്റ്റായിട്ട്. എനിക്ക് തോന്നുന്നു പീലിയുള്ളതാണും പീലിയില്ലാത്തത് പെണ്ണുമാണെന്ന് തോന്നുന്നു. കണ്ടോ? ഓ നൈസ്. ഇവർ കപ്പിൾസാട്ടോ. കൊള്ളാം സംഭവം. എന്തായാലും വണ്ടിയുടെ കാര്യം പറയാൻ വന്ന അവസാനം മയിലിൻ്റെ കാര്യത്തിലാണ് നമ്മൾ വിഷയത്തിൽ നിന്ന് തിന്നി മാറി.
ഈ മയിലൊരു രക്ഷയില്ല, മണ്ടയ്ക്ക് നിൽക്കുന്ന മയിൽ ഒരു രക്ഷയില്ല, നേരിട്ട് കാണണം, സൂപ്പർ ലുക്ക്. എന്തായാലും കൊള്ളാം, അൺഎക്സ്പെക്റ്റഡായിട്ട് കണ്ട മയിലാണ്. ഇതെന്തായാലും ഇവിടെ നിന്നും കറങ്ങാം, നമുക്കെന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം. എന്തായാലും കുറേ മയിലിനെ കണ്ടില്ലേ, ഞാൻ നിങ്ങളൊരു മല കാണിച്ചു തരാം. ഞാൻ മലയെടുത്തെത്തിയിട്ട് അടുത്ത വീഡിയോ ആണ്. നമ്മൾ കണ്ട മയിൽ കണ്ട മറ്റേ മയിൽ എന്നിടത്തോട്ട് പോകണമെന്ന് തോന്നുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പം ആ വീടുണ്ട്, അതിൻ്റെ ടെറസിൻ്റെ മുന്നിലാണ് ആ മയിൽ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്നും പോകണ്ടെന്ന് പറഞ്ഞാൽ ഒരു പേടി കൊണ്ടാണ്. വല്ല പേപ്പറ്റി ഓടിയൊന്ന് കടിച്ചെന്ത് ചെയ്യും? അതുമല്ല ഇതൊക്കെ ആ കൂട്ടത്തോടൊന്ന് ആക്രമിച്ചെന്ത് ചെയ്യും? ഇവിടെ ഒരു കനാല് പോലെ ഉണ്ട് കേട്ടോ, കനാൽ. ഇതെന്തോ ഷട്ടർ എന്തോ ആണെന്ന് തോന്നുന്നു. നമുക്ക് ഇതിൻ്റെ മണ്ടലൊന്ന് കയറി നിൽക്കാം. മയിലൊക്കെ കരയുന്നുണ്ട്. കണ്ടോ, ഷട്ടർ പോലെ എന്തോ ആണെന്ന് തോന്നുന്നു. ഇതാണല്ലോ ഷട്ടറാണത്. അതുകൊണ്ട് തോട് വീഴുന്നുണ്ട്. ഇവിടെ നിന്ന് എനിക്ക് ഒരു പരിചയമില്ലാത്ത സ്ഥലമാണ്. ഇതാണ് നമ്മൾ വണ്ടിയുടെ ഫോട്ടോ ഒക്കെ എടുത്ത പാലം. ഇതെന്തോ സംഭവം? കിണറാ? ഇത്രയും വലിയ കിണറോ? നമുക്കിതിൻ്റെ മണ്ടേ കയറി നമുക്ക് നോക്കാം. എന്താകുമ്പോൾ താഴെ പോയിരുന്നാൽ മതി. ഇതെന്ത് സംഭവം? ഇതിനകത്ത് എന്തോ കരച്ചിൽ കേൾക്കുന്നുണ്ട്, കണ്ടോ? എൻ്റെ അമ്മ, ഇതൊരു വ്യത്യസ്തമായ സ്ഥലമാണല്ലോ, പലതരത്തിലുള്ള ജീവികൾ. ആ മയിലിൽ പോയാൽ നോക്കട്ടെ. അത് പോയി. അതുകൊണ്ട് അവിടെ നിൽപ്പുണ്ട്. അങ്ങോട്ട് പോവാ. അത് ഇതിലേ പോയാൽ എന്തോത്തിനെയൊക്കെ കാണുമോ എന്തോ. അങ്ങോട്ടൊരു വഴിയുണ്ട്, അതിലേ പോകണ്ട. നമുക്കെന്തായാലും ആ വഴിയൊന്ന് പോയി നോക്കാം. ഇവിടെ എന്തോ കൊക്ക പോലെയൊക്കെ ഉണ്ട്. എൻ്റെ വണ്ടിയിൽ ടയർ അല്പം മോശമാണ്, എന്നിട്ടാണ് ഞാൻ ഈ വണ്ടി കൊണ്ട് ഇത്രയും ദൂരം വന്നത്. അങ്ങോട്ടെന്തായാലും ഇറങ്ങത്തില്ല കേട്ടോ, നല്ല ഓഫ് റോഡായിട്ട് ഇറക്കുക, കുത്തനെയുള്ള ഇറക്കുക. വീഡിയോയിൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് അറിയത്തില്ല. ഇത് കണ്ടോ, ഫുള്ള് പാറ ഇവിടെ. ഞാൻ എന്തായാലും ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. തിരിച്ച് കയറി വരാനേ പറ്റത്തോളം തോന്നുന്നു, അങ്ങോട്ട് വഴിയില്ല. നമ്മുടെ വണ്ടി താണ്ട്. എന്തായാലും തിരിച്ചു പോവാം. ഞാൻ ഗൂഗിൾ മാപ്പിനകത്ത് നോക്കിയപ്പോൾ കാടായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ അതെന്തായാലും താഴെ കൊടുത്തേക്കാം, ഇതിനകത്ത് തന്നെ. എന്തായാലും വൈബ് സ്ഥലം. ഇവിടെയൊക്കെ വന്നിരുന്ന ആൾക്കാരൊക്കെ എന്തെങ്കിലും പറയുമായിരിക്കും, കഞ്ചാവാണ് അങ്ങനെ എന്നൊക്കെ. ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത നമ്മളെപ്പറ്റി. എന്തായാലും നമ്മൾ തിരിച്ചു പോകാം. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ പെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഇതെന്തെങ്കിലും കൃഷിയാണോ അതോ കാട് പിടിച്ച് കിടക്കുവാണോ അങ്ങനെ എന്തെങ്കിലും? ഇതെന്താ സംഭവം? എന്താ ഇവിടെ എല്ലാം ഉണ്ട്. എൻ്റെ അമ്മ, ഇതെല്ലാം കൂടെ വെട്ടിക്കൂട്ടിയിട്ട് ഒന്ന് റൗണ്ടാക്കി വെച്ച ഒരു മലയുടെ അത്രയും കാണും. ഇത് കണ്ടോ, ഈ പാറയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവിടെ എന്തോ പണി കിടക്കും, അങ്ങോട്ട് പോകത്തില്ല. ഓടിക്കുന്നുണ്ടൊക്കെ നോക്കി നല്ലതാണ്. എന്താ ആൾക്കാരൊക്കെ ഇപ്പോൾ ഉണ്ട്, എന്തോ ചെറുതായിട്ട് കാണാം ആൾക്കാരെ. അവരുടെ ഒരു അറ്റമായത്. അപ്പോൾ ശരി ബ്രോ, നമ്മുടെ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരും ഇതിനെപ്പറ്റി അഭിപ്രായങ്ങൾ കമൻറ്റ് ഇടുക. ഓക്കെ.